1 മണിക്ക് ശേഷം നമുക്ക് TV ഒക്കെ കണ്ടാൽ മതി, നീ മോളിൽ എവിടെയെങ്കിലും പോയിരിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അവളിങ്ങനെ വല്ലാത്ത റെസ്റ്റ്ലെസ് ആയിരുന്നു, ഭക്ഷണം കഴിക്കാതെയും ഉറങ്ങാതെയും ഒക്കെ ഇങ്ങനെ. അപ്പം അവള് അവളുടെ മുറിയിൽ തന്നെയായിരുന്നു, അവള് TV കാണാനൊന്നും വന്നില്ല. ഞാനും അവളുടെ കുറച്ച് വളരെ അടുത്ത സുഹൃത്തുക്കൾ, ശില്പ, മൃദുല എന്നൊക്കെ പറയുന്ന കുട്ടികൾ, പിന്നെ അവളുടെ ബ്രദേഴ്സ് 2 പേരും ഉണ്ടായിരുന്നു, അമ്മയും. ഞങ്ങൾ മാത്രം TVയുടെ മുമ്പിലിരുന്ന് കണ്ടുകൊണ്ടിരുന്നു. പിന്നെ വിധി വന്നപ്പോ ഞങ്ങളെല്ലാരും സ്വിച്ച് ഓഫ്. 7-ാം പ്രതി വെറുതെ വിട്ടു എന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞു സ്വിച്ച് ഓഫ് ചെയ്തോളൂ, ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ആർക്കും ശിക്ഷ ഉണ്ടാവാൻ വഴിയില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ തന്നെ സ്വിച്ച് ഓഫ് ചെയ്തു ഞങ്ങളെല്ലാവരും. അപ്പൊ ഈ താഴെ ഈ TVയുടെ വോളിയം അവള് കേൾക്കുന്നുണ്ടല്ലോ. ഞങ്ങള് അവളുടെ അടുത്തേക്ക് പോയപ്പം അവളിങ്ങനെ ഷോക്ക് കഴിച്ചമാരി ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാനിനി എന്താ ചെയ്യേണ്ടത് എന്നിങ്ങനെ ചോദിച്ചു. ഞങ്ങളാരും ഒന്നും മിണ്ടിയില്ല, ആരും ഭക്ഷണം കഴിച്ചില്ല. എല്ലാവരും വൈകുന്നേരം വരെ അങ്ങനെ സൈലന്റ് ആയിട്ട് തന്നെ ഇരുന്നു. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പീല് പോകുന്നതിനെ കുറിച്ചൊന്നും സംസാരിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു. അതല്ലായിരുന്നു അവളെ സംസാരിക്കേണ്ടത്. അവളെ ഒന്ന് ആ സമയത്തൊന്ന് കൺസോൾ ചെയ്യാന്ന് മാത്രമേ ചിന്തിച്ചുള്ളൂ. നീതി കിട്ടിയില്ല എന്നുള്ളൊരു വികാരമായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. 100% കോടതി മുറിക്കുള്ളിൽ അവൾ ഒരുപാട് അനുഭവിച്ചല്ലോ. എല്ലാവർക്കും അറിയാലോ, 2 മണിക്കൂർ ആ തെരുവിൽ അനുഭവിച്ചതിന്റെ 100 ഇരട്ടി 15 ദിവസം കോടതി മുറിക്കുള്ളിൽ അവൾ അനുഭവിച്ചു. അത് അവൾ പറയുമ്പോഴേ അതിന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ പറയുമ്പോ അത്രയ്ക്ക് അങ്ങോട്ട് നിങ്ങൾക്ക് കിട്ടണം എന്നില്ല. ഇൻസിഡന്റ് നടന്ന സമയം, ആ ഇൻസിഡന്റിനെ കുറിച്ച് എന്നോട് പറയുമ്പോൾ അത് കേൾക്കുക എന്ന് പറയുന്ന ഒരു വലിയ ശിക്ഷയാണത്.